വെസ്റ്റ് ഏഷ്യ ഒരു തീച്ചൂള പോലെയാണ്. ഒരിടത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം അവിടെ മിസൈലുകളും ഡ്രോണുകളും വർഷിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ഒപ്പിട്ട ഒരു സീസ് ഫയർ, അതായത് താൽക്കാലിക വെടിനിർത്തൽ പോലും ഇപ്പോൾ പാടെ തകർന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വെടിനിർത്തൽ കരാറുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ നടത്തിയ പുതിയ വ്യോമാക്രമണങ്ങളിൽ 7 പേർ കൂടി ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടകം ഈ താൽക്കാലിക വെടിനിർത്തൽ കാലയളവിൽ മാത്രം 400-ലധികം പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയുടെ പ്രമുഖ പാർലമെന്റ് അംഗം ഹുസൈൻ ഹജ് ഹസൻ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ഈ ചർച്ചകളെല്ലാം വെറും ഒരു ഡെഡ് എൻഡ് ആണ്, വെറും കബളിപ്പിക്കലാണ്. ഇസ്രായേലിന് മുന്നിൽ ഒരു കാരണവശാലും ആയുധം താഴെ വയ്ക്കില്ലെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു വശത്ത് ചർച്ചകളുടെ നാടകം നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ സൈന്യത്തെ വിറപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ മാരകമായ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്രായേലിന്റെ അഭിമാനമായ ഗൊലാനി ബ്രിഗേഡിന്റെ കമാൻഡർ വരെ തുറന്നു പറഞ്ഞു ഇസ്രായേൽ സൈന്യം ഇതിനായിട്ട് ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്ന്. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പോലും ഹിസ്ബുള്ളയുടെ ഡ്രോണുകളെ ഭയപ്പെടുന്നു എന്ന രീതിയിലുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു വശത്ത് ഇസ്രായേൽ ലെബനനിൽ ശക്തമായ വ്യോമാക്രമണം തുടരുമ്പോൾ മറുവശത്ത് ആഗോള തലത്തിൽ ഓയിൽ പ്രൈസസ് കുതിച്ചുയരുകയാണ്. US-ഉം ചൈനയും റഷ്യയും എല്ലാം ഈ വിഷയത്തിൽ വലിയ ചർച്ചകളിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ ലെബനനിൽ സംഭവിക്കുന്നത്? ആരാണ് ഈ ഒരു ഹിസ്ബുള്ള എന്ന് പറയുന്നത്? ഇസ്രായേലും അവരും തമ്മിലുള്ള ശത്രുതയുടെ ആഴം എത്രത്തോളമാണ്? പരിശോധിക്കാം. ആദ്യം തന്നെ ലേറ്റസ്റ്റ് ഗ്രൗണ്ട് റിയാലിറ്റി ഒന്ന് പരിശോധിക്കാം. വാഷിംഗ്ടണിൽ വെച്ച് ഇസ്രായേലിന്റെ യെഹിയൽ ലൈറ്ററും ലെബനന്റെ പ്രതിനിധി സൈമൺ കറാമും തമ്മിൽ അതീവ പ്രാധാന്യമുള്ള 3ാം വട്ട ചർച്ചകൾ നടത്തിയിരുന്നു. വെടിനിർത്തൽ 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരുപക്ഷവും തത്വത്തിൽ സമ്മതിച്ചിരുന്നതുമാണ്. പക്ഷേ ഈ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് ഇസ്രായേൽ കിഴക്കൻ ലെബനനിലെ ബെക്ക വാലിയിലുള്ള സോമോർ ടൗണിലും അതുപോലെ തെക്കൻ ലെബനനിലെ ടയറിലും കനത്ത ബോംബാക്രമണം നടത്തിയത്. ഈ പുതിയ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ 2900-ലധികം ആളുകൾ ലെബനനിൽ മാത്രം കൊല്ലപ്പെട്ടു. ഇതിൽ ഏറ്റവും ദാരുണമായ കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഏപ്രിൽ 17-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം, അതായത് ഈ സമാധാന കാലയളവിൽ മാത്രം 400-ലധികം സാധാരണക്കാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ പറയുന്നത് അവർ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന കെട്ടിടങ്ങളും ആശുപത്രി ജീവനക്കാരും ഒക്കെയാണ് ഇവിടെ ഇല്ലാതാകുന്നത്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണമാണ് വരുന്നത്. ഹിസ്ബുള്ളയുടെ MP ഹുസൈൻ ഹജ് ഹസൻ പറഞ്ഞത് ഈ ചർച്ചകളെല്ലാം വെറും ഒരു ഡെഡ് എൻഡ് ആണ് എന്നാണ്. ഒത്തുതീർപ്പുകളിലൂടെ ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങാൻ ഹിസ്ബുള്ള തയ്യാറല്ല എന്ന് അവർ വീണ്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ലെബനനിലെ 20%-ലധികം ജനങ്ങൾ, അതായത് 10 ലക്ഷത്തിലധികം ആളുകൾ ഭവനരഹിതരായി പായുകയാണ്. അതായത് തങ്ങളെ പൂർണ്ണമായി ആയുധമുക്തരാക്കുക എന്നതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യമെന്ന് ഹിസ്ബുള്ളയ്ക്ക് നന്നായിട്ട് അറിയാം. ലെബനന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഹിസ്ബുള്ള ഈ ചർച്ചകളെ കാണുന്നത്. തെക്കൻ ലെബനൻ പൂർണ്ണമായി തകർക്കപ്പെടുമ്പോഴും തങ്ങളുടെ രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരമായിട്ട് ഇസ്രായേലിന് മുന്നിൽ മുട്ടുകുത്തില്ല എന്നാണ് അവരുടെ രാഷ്ട്രീയ നേതൃത്വം പ്രഖ്യാപിക്കുന്നത്. ഇനി നമുക്ക് യുദ്ധക്കളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയത്തിലേക്ക് വരാം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDFന്റെ ഏറ്റവും പവർഫുൾ ആയ റെജിമെന്റ് ആണ് ഗൊലാനി ബ്രിഗേഡ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള നടത്തിയ പ്രിസിഷൻ സ്ട്രൈക്സ് ഇസ്രായേലിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഹിസ്ബുള്ളയുടെ ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു പ്ലാറ്റൂൺ കമാൻഡർ ക്യാപ്റ്റൻ മാവോസ് ഇസ്രായേൽ റെക്കറ്റ്നാറ്റി കൊല്ലപ്പെട്ടു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനേക്കാൾ വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രമുഖ ഗൊലാനി കമാൻഡർ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഹിസ്ബുള്ളയുടെ ഈ ആധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയെ നേരിടാൻ IDF ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്നാണ്. ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന $300 മാത്രം വില വരുന്ന ചെറിയ ഡ്രോണുകൾ ഇസ്രായേലിന്റെ $1 മില്യൺ വിലമതിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് അകത്ത് കയറി നാശം വിതയ്ക്കുകയാണ്. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഈ ഡ്രോൺ ഭീഷണിയിൽ ശരിക്കും അസ്വസ്ഥനാണ് എന്നാണ് ഈ കമാൻഡർമാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും ഹിസ്ബുള്ളയുടെ ഈ പെട്ടെന്നുള്ള തിരിച്ചടിക്കാനുള്ള ശേഷിയെ വേണ്ട രീതിയിൽ വിലയിരുത്തിയില്ല എന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ്. ഇവിടെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ആരാണ് ഈ ഹിസ്ബുള്ള? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ലെബനനെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഇത്രമാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്ന്? ഇതിന് നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കണം. 1982-ൽ ഇസ്രായേൽ ലെബനിലേക്ക് ഒരു അധിനിവേശം നടത്തിയിരുന്നു. പലസ്തീൻ പോരാളികളെ അടിച്ചമർത്താനായിരുന്നു അന്ന് ഇസ്രായേൽ ലെബനനിൽ കയറിയത്. ഈ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ തെക്കൻ ലെബനിലെ ഷിയ മുസ്ലിംസിന് ഇടയിൽ നിന്ന് രൂപം കൊണ്ട ഒരു പ്രതിരോധ പ്രസ്ഥാനമാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. പാർട്ടി ഓഫ് ഗോഡ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം വരുന്നത്. ഇറാനിന്റെ സമ്പൂർണ്ണമായ
സാമ്പത്തിക സൈനിക പിന്തുണയോടെയാണ് ഇവർ വളർന്നത്. ഒരു സാധാരണ ഗറില്ല ഗ്രൂപ്പായി തുടങ്ങിയ ഹിസ്ബുള്ള ഇന്ന് ലെബനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയും ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ ആയുധ ബലമുള്ള ഒരു മിലിറ്ററി ഫോഴ്സുമായി മാറിയിരിക്കുകയാണ്. അവരുടെ പക്കൽ ലക്ഷക്കണക്കിന് റോക്കറ്റുകളും ഗൈഡഡ് മിസൈലുകളും അത്യാധുനിക ഡ്രോണുകളുമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇസ്രായേലിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ചോദ്യം ഇതാണ്: ഇസ്രായേൽ എന്തിനാണ് ഇപ്പോൾ ലെബനനെ ഇത്ര ക്രൂരമായിട്ട് ആക്രമിക്കുന്നത്? ഇതിന് ഇസ്രായേൽ പറയുന്ന പ്രധാന കാരണം തങ്ങളുടെ വടക്കൻ അതിർത്തിയിലെ ജനങ്ങളുടെ സുരക്ഷയാണ് എന്നാണ്. ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ കടുത്ത റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയെ ലിറ്റാനി നദിക്ക് അപ്പുറത്തേക്ക് തുരത്തുക, അവരുടെ ആയുധപുരകൾ നശിപ്പിക്കുക, അതുവഴി വടക്കൻ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്ത തങ്ങളുടെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കുക. ഇതാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവർ ലെബനനിലെ ഗ്രാമങ്ങൾ തന്നെ ബോംബിട്ട് നിരപ്പാക്കുകയാണ്. എന്നാൽ ഈ ലക്ഷ്യം നേടാനായിട്ട് ഇസ്രായേൽ നടത്തുന്ന ബോംബ് ആക്രമണങ്ങളിൽ ലെബനനിലെ സാധാരണക്കാരായ ജനങ്ങളും ആശുപത്രികളും പാരാമെഡിക്കൽ സ്റ്റാഫുകളും ഒക്കെയാണ് ഇരകളാകുന്നത്. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ ഓപ്പറേഷൻ ഇറ്റേണൽ ഡാർക്ക്നെസ് എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. അത്രത്തോളം കനത്ത നാശനഷ്ടമാണ് അവർ ലെബനനിൽ വിതയ്ക്കുന്നത്. ഇനി ഈ യുദ്ധം അവിടെയുള്ളവരെ മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒന്നാണ്. ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ യുദ്ധം കാരണം ആഗോള വിപണിയിൽ ഓയിൽ പ്രൈസ്, അതായത് അസംസ്കൃത എണ്ണവില കുത്തനെ ഉയരുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുമ്പോൾ എണ്ണക്കടത്തിന്റെ പ്രധാന റൂട്ടായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്ക് തുറന്നു പ്രവർത്തിക്കാൻ ചൈനയുടെ സഹായം ട്രംപ് തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന് സൈനിക സഹായങ്ങൾ നൽകരുതെന്ന് ചൈനയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ UAE പ്രസിഡന്റുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു നയതന്ത്ര പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. ഇന്ധനവില കൂടിയാൽ അത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഈ യുദ്ധത്തെ ഭീതിയോടെ നോക്കിക്കാണുന്നത്. ചുരുക്കത്തിൽ, പേപ്പറിൽ എഴുതി വെച്ച വെടിനിർത്തൽ കരാറുകൾക്കൊന്നും ഈ യുദ്ധഭൂമിയിലെ ചോരപ്പുഴകളെ തടയാൻ കഴിയുന്നില്ല. ഇസ്രായേൽ തങ്ങളുടെ സൈനികാധിപത്യം തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ഹിസ്ബുള്ള തങ്ങളുടെ അത്യാധുനിക ഡ്രോണുകളിലൂടെ ഇസ്രായേലിനെ കൃത്യമായിട്ട് മുട്ടുകുത്തിക്കാൻ നോക്കുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണം നിർത്തില്ലെന്ന് ആവർത്തിക്കുമ്പോൾ ചർച്ചകൾ വെറും ഡെഡ് എൻഡ് ആണ് എന്നും തങ്ങൾ അവസാന ശ്വാസം വരെ പോരാടുമെന്നുമാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത്. വൻ ശക്തി രാജ്യങ്ങളുടെ നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും സാധാരണ ജനങ്ങളുടെ ദുരിതം 10 മടങ്ങായിട്ട് തുടരുകയാണ്. എണ്ണവില വർധനവ് വഴി ഈ യുദ്ധത്തിന്റെ ചൂട് വൈകാതെ ലോകം മുഴുവൻ അറിയുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.